ധീരനായ പോരാളി ടിപ്പു സുൽത്താൻ 1000 ദിവസം ആൺകുട്ടിയായി ജനിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം കടുവയായി മരിക്കുന്നതാണ് എന്ന് പറഞ്ഞ ധീരനായ ടിപ്പു സുൽത്താൻ. ആ ടിപ്പു സുൽത്താൻ്റെ ചരിത്രങ്ങൾ നിങ്ങൾ പഠിക്കണം. ചില ആൾക്കാർ ചരിത്രത്തെ വളച്ചൊടിച്ച് പല രീതിയിലും പ്രചരിക്കുന്നുണ്ട്. അതൊക്കെ വ്യാജമാണ്. ചരിത്രം നിങ്ങൾ പഠിച്ചേ പറ്റൂ. നിങ്ങൾ ഇത് കണ്ടു നോക്കിയ വീഡിയോ കണ്ടു നോക്കിയ ടിപ്പു സുൽത്താൻ്റെ ചരിത്രങ്ങൾ. 1799-ൽ ബ്രിട്ടീഷ് സൈന്യം ശ്രീരംഗപട്ടണം ആക്രമിക്കുമ്പോൾ അതൊരു എളുപ്പ വിജയമായിരിക്കുമെന്ന് ബ്രിട്ടീഷുകാർ വിചാരിച്ചു. പക്ഷേ അവർ നേരിട്ടത് മരിച്ചാലും കീഴടങ്ങാത്ത ഒരു രാജാവിനെയായിരുന്നു. വർഷങ്ങളോളം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ടിപ്പു സുൽത്താൻ സൈന്യത്തെയും പ്രദേശങ്ങളും നഷ്ടപ്പെട്ടെങ്കിലും അവന്റെ പോരാട്ട മനസ്സ് ഒരിക്കലും തളർന്നില്ല. 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് ഭീമൻ സൈന്യവുമായി മുന്നേറി. മറ്റു ഭരണാധികാരികൾ കീഴടങ്ങിയിട്ടുണ്ടാകാം, പക്ഷേ ടിപ്പു ഒരു നിമിഷം പോലും അങ്ങനെ ചിന്തിച്ചില്ല. കോട്ടമതിലുകൾ തകർന്നപ്പോൾ യഥാർത്ഥ യുദ്ധം ആരംഭിച്ചു. ടിപ്പു സ്വയം വാളെടുത്ത് തന്റെ പടയാളികളുമായി യുദ്ധത്തിലേക്ക് കുതിച്ചു. എതിരാളികൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയാത്രേ അടുത്തുനിന്നാണ് അദ്ദേഹം പോരാടിയത്. പരിക്കേറ്റിട്ടും ഒരു വട്ടം പോലും പിന്മാറാൻ അദ്ദേഹം തയ്യാറായില്ല. അവന്റെ അവസാന വാക്കുകൾ ഇന്നും ചരിത്രത്തിൽ മുഴങ്ങുന്നു: ഒരു ദിവസം കടുവയായി ജീവിക്കുന്നത് 1000 വർഷം ആടായി ജീവിക്കുന്നതിലും നല്ലത്. ടിപ്പു വീണെങ്കിലും അവന്റെ ചുറ്റുമുള്ള യുദ്ധം ഒരു നിമിഷം പോലും നിർത്തിയില്ല. ഒരിക്കലും കീഴടങ്ങാത്ത ഒരു രാജാവിന്റെ അവസാന നിൽപ്പ് ഇന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ശക്തിയായി മുഴങ്ങുന്നു. ഇത്തരം മറഞ്ഞുപോയ കഥകൾ ഇഷ്ടമാണോ? എങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.